പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇടവാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവഴി പോകുന്നതായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഈ റോഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, എടുത്തിട്ട്. അപ്പോൾ ഇതിന് മുന്നേ ആണോ വരുന്നത്, അതിന് ശേഷമാണോ ഒന്ന് എന്തായാലും അറിയത്തില്ല. ഇപ്പോൾ അറിയത്തില്ല, കാരണം ഞാനത് എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എടുത്തിട്ട് കുറച്ച് നാളായി, ഒരാഴ്ച കൂടുതലായി. ഇനിയിപ്പോൾ ഈ വീഡിയോയും ഞാൻ എന്നാ ഇടുന്നതെന്നൊന്നും എനിക്കിപ്പോൾ അറിയാൻ പറ്റില്ല, കാരണം കുറേ ഉണ്ട് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട്. അപ്പോൾ അത് പറ്റാത്ത തിരക്കിലായതുകൊണ്ടാണ് ഇടാതിരുന്നത്. വൈകുന്നേരം 5 മണിയാവാറായി കേട്ടോ. എന്നിട്ടും നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്. ഞാൻ ഹോട്ടലിൽ പോകാമെന്ന് കരുതിയത് ആദ്യം, പിന്നെ ഞാൻ വേണ്ട, നടക്കാം, വൈകുന്നേരം അല്ലേ നടക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്നതാണ്. നടക്കുന്നത് നല്ലതാണല്ലോ. റിലേറ്റീവിൻ്റെയൊക്കെ വീടുകളാണ് ഇവിടെ കാണുന്നതൊക്കെ. ഇതും എല്ലാ ബന്ധുക്കളുടെ വീടുകൾ തന്നെയാണ്. വണ്ടികളൊക്കെ വരുന്നുണ്ട്, ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്യുക. വണ്ടികളും ആൾക്കാരൊക്കെ വരുമ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. വലതുവശത്തൂടെ പോയാലും ബന്ധുക്കളുടെ വീടുകളുണ്ട്. ഞാനപ്പോൾ ഇതുവഴിയാണ് പോകുന്നത്. ഇടയ്ക്ക് കുറച്ച് തണലുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി പിന്നെ എല്ലാം നല്ല വെയിലാണ്. വൈകുന്നേരമായി, പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നേരത്തെ കാട് പിടിച്ച് കിടന്നതാണ്. ഇപ്പോൾ അവിടെ എന്തൊക്കെ പണികളൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ കാണാനല്ല. കടൽ തിരയടിക്കുന്നത് പോലെ സൗണ്ട് കേൾക്കുന്നത് അത് തന്നെയാണോ? കടലിൻ്റെ സൗണ്ട് ഇവിടം വരെ കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. കടൽ കുറച്ച് ദൂരെയാണ്, ഇതിന് തൊട്ടടുത്തൊന്നുമല്ല, പക്ഷെ അതുപോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ മെയിൻ റോഡ് വഴി വരാതെ ഞാൻ കുറുക്ക് കയറി വന്നതാണ് കേട്ടോ. മെയിൻ റോഡിലൂടെ ആകുമ്പോൾ പിന്നെ വണ്ടികളൊക്കെ പോകുന്ന ബസ്സുകളും അത് വഴിയെ പോകുന്ന ആൾക്കാർ കാണും, വീഡിയോ എടുത്തുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞ ഭാഗത്തൂടെ വന്നത് കേട്ടോ. ഇതിങ്ങനെ റൈറ്റിലേക്ക് പോയാലും അവിടെയുണ്ട് റിലേറ്റീവ്സിൻ്റെ വീടുകളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ നേരത്തെ കാടുകളായിരുന്നു കേട്ടോ. എനിക്കിതുവഴി വരാൻ ഒരു പേടിയായിരുന്നു. ഇതുവഴിയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വരുമ്പം, ഒറ്റയ്ക്കായിരുന്നാലും കൂടെ ആളുണ്ടെങ്കിലും പേടിയായിരുന്നു. കാരണം കുറേ പട്ടികൾ വരും. കാട് പിടിച്ച് കിടക്കുമ്പോൾ തന്നെ കുറേ വേസ്റ്റുകളുണ്ട്. തട്ടിയോ വണ്ടി വരും, ഞാനെങ്ങനെ പോകും? വീതി വളരെ കുറവാണ് റോഡിന്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ. കാടൊക്കെ കളഞ്ഞിങ്ങനെ ഇട്ടിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. മുമ്പ് വരുമ്പോൾ അതാ പറഞ്ഞു വന്നേ, കാടും പിന്നെ ആൾക്കാർ വേസ്റ്റ് കൊണ്ടിടുമായിരുന്നു. അപ്പോൾ പട്ടികൾ വരും, അതെനിക്കൊരു പേടിയായിരുന്നു. തിരിച്ച് വരുമ്പോൾ ഇതിൽ കൂടെ വരത്തില്ല, മെയിൻ റോഡ് വഴി പോകത്തതേ ഉള്ളൂ കേട്ടോ. മിക്കവാറും ഞാൻ വരുമ്പോൾ സന്ധ്യയാവും. നല്ല രസമായി ഇപ്പോൾ ഇവിടെ എല്ലാം. ഇതിപ്പോൾ ഞാൻ ഈ റോഡ് ചെന്ന് ഇറങ്ങുന്നത് മെയിൻ റോഡിലേക്കാണ്. വർക്കല, കാപ്പിൽ, പരവൂർ റൂട്ട്. പരവൂർ വഴി കൊല്ലത്തേക്ക് പോവാം. ഞാനിപ്പോൾ ഇതുവഴിയാണ് പോകുന്നത്. ഇതുവഴിയുള്ള വീഡിയോ ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ലാസ്റ്റ് എടുത്ത് വെച്ച് ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെയായിട്ടും. എനിക്ക് ഇതുവഴി നടന്നു വരാൻ ഭയങ്കര പേടിയാണ്. നടന്നല്ല, വണ്ടിയിൽ വന്നാലും പേടിയാണ്. കാരണം ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ ഇത്. നേരെ കാണുന്നത് ഇടവ പാലക്കാവ് ക്ഷേത്രം. വലിയൊരു ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ അത്. എല്ലാ പ്രാവശ്യവും വിചാരിക്കും ഉത്സവത്തിന് വരണം, കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഒരിക്കലും നടക്കത്തില്ല. കുംഭത്തിലെ കാർത്തികയ്ക്കാണ് ഇവിടുത്തെ ഉത്സവം. അതാണ് ക്ഷേത്രം, ഇടവ പാലക്കാവ് ക്ഷേത്രം. ഇവിടുത്തെ ഈ പമ്പ് വന്നിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കേട്ടോ. ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ ഈ പമ്പ് വന്നിട്ട്. അതിനപ്പുറത്ത് കാണുന്ന ഓഡിറ്റോറിയം, ഹാസ് ഓഡിറ്റോറിയം ഇടവ. അതിനപ്പുറത്തെ വീട്ടിലാണ് ഞാൻ വന്നത്. ഞാൻ അവിടം വരെ വീഡിയോ എടുക്കത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോഴേ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതവിടം കൊണ്ട് നിർത്തും. കണ്ടോ, ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചെടിയുടെ വീഡിയോയും ഞാൻ അന്ന് കുറേയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബജി മുളക്, പപ്പായ. കടയിലാളില്ലെന്ന് തോന്നുന്നു കേട്ടോ. 750 രൂപ. ഇതെന്താണ് സംഭവം? ഇതെൻ്റെ ബ്രദറിൻ്റെ കേട്ടോ. ഞാൻ വന്നതും ഇവിടെ വീഡിയോ എടുക്കുന്നതൊന്നും ആളറിഞ്ഞിട്ടേ ഇല്ല. ഇവിടെ ആരെയും കാണാനില്ല.
മാവോ പേരയോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. കുരുമുളക് ചെടികളെല്ലാം ഉണ്ട്. 30 രൂപ, 50 രൂപ. ചന്ദനമുണ്ട് കേട്ടോ. ആൾ വരുന്നുണ്ട്. കേടാ ചെടിയൊക്കെ കുറേ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. ആ ചെടിയുടെ വീഡിയോ എടുത്തെന്ന്. കേൾക്കുന്നുണ്ട്. ഇത് ലോക്കൽ കടയല്ലാക്കാ ചെടിയൊക്കെ വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. ദൂരെ നിന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ടോ? അയ്യോ, ഞാൻ കയറുന്ന സ്റ്റെപ്പ് അവിടെ. ഇവിടെ അതിന് ഹോണടിക്കാതെ വരുന്ന വണ്ടി അറിയത്തേയില്ല. ഞാനത് ക്രോസ് ചെയ്ത് വന്നപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത് വണ്ടി വരുന്നുണ്ട്. ഇത് ഇവിടെ നിർത്തുന്ന വണ്ടിയാണ്. പുനലൂർ, മധുര പുനലൂർ. ഇപ്പോഴാണ് ഹോണടിക്കുന്നത്. പുനലൂർ മധുര. ഞാൻ ഇതിലവിടെ നിന്ന് വരാറുണ്ട്. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഇതിൽ വരാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് വരുമ്പം വേറെ എങ്ങും വർക്കരയിൽ നിന്ന് വന്നിറങ്ങാതെ നേരെ ഇവിടെ വന്നിട്ട് ഇറങ്ങിയിട്ട് വരാൻ പറ്റും. എളുപ്പമുണ്ട്. ഇനി അതവിടെ നിർത്തും. അവിടെ നിർത്തുക പുനലൂർ മധുരൈ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഉണ്ടോ എന്നറിയില്ലല്ലോ. അവിടെ നിന്ന് വണ്ടി വരും. ഉടനെ ഉണ്ട്, എനിക്കറിയാം. അതിൽ വരുമ്പോൾ ഞാൻ അതിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ നിന്ന് വന്ന് ഇറങ്ങുന്ന ഉടനെ അവിടെ നിന്നൊരു വണ്ടി ഇങ്ങോട്ട് വരാറുണ്ട്. അതും ഇവിടെ നിർത്തുന്ന വണ്ടിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. എന്തായിരുന്നല്ലോ ആ പാളം ഞാൻ ഇപ്പുറം കടന്നു. അതവിടെ നിർത്തിയിരിക്കുന്നേ ഉള്ളൂ കണ്ടോ. ഈ ലൈനിൽ കൂടെ ഇപ്പോൾ ഉടനെ വരത്തില്ലല്ലോ. അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ഇത് പുനലൂരിൽ നിന്ന് വന്ന വണ്ടിയാണ്. അത് പുനലൂർ വരെ ഉള്ളൂ. പുനലൂർ മധുര. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇതിപ്പം സമയം എന്താ? സമയം ഇപ്പോൾ 6:58. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വീട്ടിലോട്ട് നടക്കുക. ഞാൻ എന്നിട്ട് നാളെ ഞാൻ തിരിച്ചു പോകും വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.